ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ രണ്ടമ്മമാരും രണ്ടു മക്കളുമാണുള്ളത്. ഹലോ ഫ്രണ്ട്സ്, ഇത് വേമ്പനാട്ട് കായലാണ്. ഇവിടെ 3 ജില്ലകളുടെ സംഗമ സ്ഥലമാണിത്. ഒരു സൈഡിൽ എറണാകുളം ജില്ല, ഒന്ന് കോട്ടയം ജില്ല, പുറകിൽ ആലപ്പുഴ ജില്ല. ഇവിടെ ഞങ്ങള് വന്ന് ഞങ്ങള് കക്കവാറൽ നടപടികൾ ആരംഭിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ കാണിക്കേണ്ടതല്ല, പക്ഷെ എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ കാണിച്ചു പോയതാണ്. ഇത് ബിഹൈൻഡ് ദ സീൻസ് അല്ലേ. ഇത് നമ്മൾ തുടക്കം തന്നെ കാണിച്ചത് എന്താണെന്നോ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു മോള് വേണമെന്ന്. പക്ഷെ ദൈവം തന്നത് 2 ആൺകുഞ്ഞുങ്ങളെയാണ്. ഞങ്ങളാണെങ്കിലും 4 പെൺകുട്ടികളായിട്ട് വളർന്നതുകൊണ്ടാണോ പെൺകുഞ്ഞില്ലാത്ത വീടിനൊരു സന്തോഷമില്ലെന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. ഇതൊക്കെ എൻ്റെ 2 ആൺമക്കളും മാറ്റി തന്നു കേട്ടോ. പക്ഷേ എങ്കിലും ഇതുപോലെ എപ്പോഴും അമ്മയ്ക്ക് കൂട്ടായിരിക്കണമെങ്കിൽ ഒരു പെൺകുഞ്ഞ് തന്നെ വേണം. ഞങ്ങൾ ബോംബെ പോയതിലും എൻ്റെ വീഡിയോയൊക്കെ മോനാണ് എടുത്തു തന്നത്. എങ്കിൽ ഇതൊരു പ്രത്യേകതയാണ്. സാരമില്ല, അവരുടെ കല്യാണം കഴിയട്ടെ, അപ്പോൾ എനിക്ക് 2 പെൺമക്കളുമാകും. അപ്പോൾ ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ ഞങ്ങളുടെ ലേഡീസ് ട്രിപ്പ് അപ്രതീക്ഷിതമായിരുന്നു. എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ജീന. ജീനയുടെ വീടാണെങ്കിൽ ഇവിടെ ചോറ്റാനിക്കരയിലുമാണ്, താമസിക്കുന്നത് കൊടുങ്ങല്ലൂരാണെങ്കിലും. അപ്പോൾ ഞായറാഴ്ച എന്നാൽ മക്കളെയും കൂട്ടി ഒന്ന് വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് ബാബുചേട്ടനാണെങ്കിൽ അന്ന് പെരുമ്പളത്തൊരു പ്രധാനപ്പെട്ട പരിപാടിയുമുണ്ട്, അതിന് പോകണം. അപ്പോൾ ഞങ്ങൾ 4 പേരും മാത്രമായി. ഇനി എന്താണ് അടുത്ത പരിപാടി, എവിടെ പോകുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പല സ്ഥലങ്ങളും ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത്, ഇവിടെ ഈ പൂത്തോട്ടയിൽ പോയാൽ പോരെ, ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടല്ലോ, ഒരു കോക്കനട്ട് മെഡോസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വിളിച്ച് ബുക്ക് ചെയ്തതാണ്. പിന്നെ കാലാവസ്ഥയും ഞങ്ങളെ സഹായിച്ചു. അന്നത്തെ പേപ്പറിൽ തുടക്കത്തിൽ തന്നെ എഴുതിയിരുന്നു ഇന്ന് 3-ാം തീയതി മുതൽ അതിതീവ്ര മഴയാണെന്ന്. അതുകൊണ്ട് ഒരു സഞ്ചാരികളും എത്തിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ലോട്ട് കിട്ടി. എന്നാൽ പ്രകൃതി സഹായിച്ച് അന്ന് മഴയും പെയ്തില്ല. അപ്പോൾ സ്ഥലം ഏതാണെന്ന് പിടികിട്ടിയല്ലോ. ഇത് വേമ്പനാട്ട് കായലാണ്. തൃപ്പൂണിത്തുറയിൽ നിന്നും വൈക്കം റോഡിൽ ഒരു 15 മിനിറ്റ് യാത്ര ചെയ്താൽ പൂത്തോട്ട പാലം കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഈ കോക്കനട്ട് മെഡോസിൻ്റെ കാർ പാർക്കിംഗ് സ്ഥലം. ജീന അതിൻ്റെ ഓണർ രവീന്ദ്രൻ സാറിനെ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ബോട്ട് റെഡിയായിരുന്നു. സതീശൻ ചേട്ടനും ഇതാണ് സതീശൻ ചേട്ടൻ. ഈ കാട്ടിക്കുന്നിൽ തന്നെയാണ് വീട്. ഇവിടത്തെ എല്ലാ കാര്യങ്ങളും അരച്ചു കലക്കി കുടിച്ചു വെച്ചിരിക്കുകയാണ്. മാത്രമല്ല പുള്ളി ഒരു ഫോട്ടോഗ്രാഫറുമാണ്. യാത്രയുടെ തുടക്കം തന്നെ സതീശൻ ചേട്ടൻ ജഗ്ഗിലാക്കി കൊണ്ടുവന്ന വെൽക്കം ഡ്രിങ്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു. പിന്നെ അങ്ങോട്ട് അദ്ദേഹം ഒരു പക്ക ഗൈഡായിട്ട് മാറി. അതാണ് ആമചാടി ദ്വീപെന്നും ഇവിടെ പണ്ട് തേവൻ എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനി താമസിച്ചിരുന്നെന്നും വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആളാണെന്നും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം അവിടെ ഈയിടെ പണിതിട്ടുണ്ടെന്നും ഒക്കെയാണ് ആ പറയുന്നത്. ഇതാണ് കാപ്രിക്കോട്ട് ഐലൻഡ്. ഏകദേശം 1600 കോടി രൂപ മുടക്കി പണിത 70 പൂൾ വില്ലാസും അതിനനുസരിച്ചുള്ള വലിയ സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു റിസോർട്ട് മേഖലയായിരുന്നു ഇത്. പണ്ട് പെരുമ്പളത്ത് സ്ഥിരം പോകുമ്പോൾ ഞങ്ങളും ഇത് കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ കോടതി വിധിയെയൊക്കെ തുടർന്ന് ഇതെല്ലാം പൊളിച്ചു കളഞ്ഞു. വില്ലകൾ പൊളിച്ചിരുന്നെങ്കിലും അതിൻ്റെ മുന്നിലുള്ള പൂളുകളെല്ലാം ഇവിടെയുണ്ട്. ഈ പൂളിൽ കിടന്നുകൊണ്ട് കായൽ സൗന്ദര്യം ആസ്വദിക്കുന്ന രീതിയിലായിരുന്നു ഇത് പണിതിരുന്നത്. ഈ കാണുന്നത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാവായിരുന്ന മൂപ്പനാരുടെ സ്ഥലവും അദ്ദേഹത്തിൻ്റെ കെട്ടിടവുമാണെന്നാണ് സതീശൻ ചേട്ടൻ പറയുന്നത്. ഈ കാണുന്നത് സെൻറ്റ് മേരീസ് ഐലൻഡ് ആണെന്നും അപ്പുറയുള്ള സ്ഥലം മമ്മൂട്ടിയുടെ താമസ സ്ഥലമായ ചെമ്പാണെന്നും അതുപോലെ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ ദൂരെ നിന്ന് കാണാമെന്നുമൊക്കെയാണ് ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ ഞങ്ങൾ ദേശീയ ജലപാതയിലെത്തി. പണ്ട് ബോട്ടുകളും കപ്പലുകൾക്കും ഒക്കെ പോകുമ്പോൾ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള വിളക്കുമരങ്ങളും ഇപ്പോൾ അത് മാറ്റി വെച്ചിരിക്കുന്ന സോളാർ ലൈറ്റുകളുമെല്ലാം അദ്ദേഹം ഞങ്ങളെ കാണിച്ചു തന്നു. കൂടാതെ റെഡ് സോണും ഗ്രീൻ സോണും ഒക്കെ വേർതിരിച്ചിരിക്കുന്നതിന് വെച്ചിരിക്കുന്ന സൈൻ ബോർഡുകളും ഞങ്ങൾ കണ്ടു. ഇനി ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പറഞ്ഞു കേട്ടിരുന്നു വരുന്ന യാത്രയിൽ ഇവിടെ ഇങ്ങനെ ദേശീയ ജലപാതയൊക്കെ കഴിയുമ്പോൾ കായലിൻ്റെ നടുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന മണൽത്തിട്ടയുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങൾ ഒട്ടും വിശ്വസിച്ചിരുന്നില്ല. ഒരു ജോഡി ഡ്രസ്സ് അഡീഷണൽ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ ഞങ്ങൾ അവിടെ നിന്നേ തീരുമാനിച്ചു ഞങ്ങൾ ഇങ്ങനെയുള്ള മണൽത്തിട്ടയിലൊന്നും ഇറങ്ങില്ല. ഈ പരന്നു കിടക്കുന്ന കായലിൻ്റെ നടുക്ക് എങ്ങനെ ഇറങ്ങി നിൽക്കുമെന്ന്. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു സംഘം സ്ത്രീകൾ, ഞങ്ങളുടെയൊക്കെ പ്രായമുള്ളവർ അവിടെ വന്ന് അവിടെ ഇറങ്ങി നിന്ന് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ആഘോഷിക്കുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഞങ്ങൾക്കും ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണെന്ന്. പേടിച്ചാണെങ്കിലും
സതീശൻ ചേട്ടന്റെ അനുഭവത്തിന്റെ ഉറപ്പിൽ ഞങ്ങളും ഇറങ്ങി കായലിൽ. നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ആദ്യമായിട്ടായിരുന്നു. ഇതൊരു പ്രത്യേക അനുഭവമായിരുന്നു കേട്ടോ. ഇവിടെ ഇറങ്ങേണ്ടത് തന്നെയാണ്. ആദ്യം കാല് ചവിട്ടുമ്പോൾ ഒരു പായൽ പോലെ വഴുക്കുന്നത് പോലെ തോന്നിയാലും പിന്നെ അങ്ങോട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ ആ പറയുന്നതിൽ നിന്ന് തന്നെ നിങ്ങൾക്കറിയാം, പോകേണ്ട സ്ഥലമാണെന്നേ ഞാൻ പറയൂ. വളരെയധികം ഞങ്ങൾ എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ കാല് ചവിട്ടുന്നതിന്റെ താഴെ മണ്ണിലൊക്കെ കക്കയും ഉണ്ടെന്നാ ചേട്ടൻ പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ മണ്ണ് മാന്തി നോക്കിയപ്പോൾ ദേ കിട്ടുന്ന കുറെ കക്കകൾ. അത് പിന്നെ ഒരു ആവേശമായി മാറി. ചൂട് കാരണം ഒരു കൂളിംഗ് ഗ്ലാസ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ പറയുകയായിരുന്നു, കൂളിംഗ് ഗ്ലാസ് വെച്ച് കക്ക വാരുന്നവരെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന്. ഓരോരുത്തരുടെ വകയും കക്ക വാരലും ചിരിയും കളിയും ഡാൻസും ഒക്കെയായി സമയം പോയതേ അറിഞ്ഞില്ല. മറ്റേ വനിതാ സംഘം അവിടെ ഡാൻസും പാട്ടും എന്തോ വാട്ടർ ഗെയിംസും ഒക്കെ നടത്തുന്നുണ്ട്. അവരുടെ പാട്ട് കാരണം ഞങ്ങൾക്കൊട്ട് പറ്റുന്നുമില്ല. അപ്പൊ ഞങ്ങൾ ചേട്ടനോട് പറഞ്ഞ് മലമല്ലേയ തക തക മലമല്ലേയ എന്ന പാട്ടൊക്കെ ചേട്ടനോട് പറഞ്ഞു വെച്ച് ഞങ്ങളും തകർത്തു. ഡാൻസ് ഒന്നും അറിയില്ല കേട്ടോ. പിള്ളേർ കാണിക്കുന്ന താളത്തിനനുസരിച്ച് എന്തൊക്കെയോ ഗോഷ്ഠി കാണിച്ചു. ഇപ്പോൾ കാണുമ്പോൾ ചിരി വരുമെങ്കിലും ഞങ്ങളത് വളരെയധികം ആസ്വദിച്ചു. ഏകദേശം 2 മണി വരെ വിശപ്പാളി കത്തുന്നത് വരെ ഞങ്ങളുടെ സമയം അവിടെ ചെലവഴിച്ചു. പിന്നെ ആ ചേട്ടൻ്റെ വക കുറേ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ നടന്നു. ഞങ്ങളെ 4 പേരെ ഒരുമിച്ച് കിട്ടാൻ ആ ലൈഫ് ബോട്ടിൻ്റെ വട്ടത്തിലൂടെയും ഞങ്ങളുടെ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് വളരെ സന്തോഷത്തോടുകൂടി ഇനി മതിയാക്കി ഞങ്ങൾ തിരിച്ചു പോരാൻ വഞ്ചിയിൽ കയറി. ഇനി കോക്കനട്ട് മെഡോസിലേക്കായിരുന്നെങ്കിലും ഞങ്ങളുടെ ആഗ്രഹപ്രകാരം സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ റിസോർട്ടിൻ്റെ മുന്നിലൂടെയാക്കി യാത്ര. വഴി ഒന്ന് തിരിച്ചു വിട്ടു. ഇത് പക്ഷെ കാണേണ്ടത് തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പണ്ട് കോവിഡ് കാലത്തിന് മുമ്പ് ഇവിടെ ആൾക്കാർ താമസിക്കാൻ വരുന്നതുമൊക്കെയുള്ള ഒരു വീഡിയോ. അതിൽ പറഞ്ഞു കേട്ടത് പ്രകാരം തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നും ഒക്കെയുള്ള കേരള തനിമയുള്ള കെട്ടിടങ്ങൾ അങ്ങനെ തന്നെ പൊളിച്ചുകൊണ്ടുവന്ന് ഇവിടെ റീബിൽഡ് ചെയ്യുകയായിരുന്നു എന്നാണ് കേട്ടത്. അത് ഞാൻ വീഡിയോയും കണ്ടതായിരുന്നു. എങ്കിലും ഇത് ഇവിടെ കാണുമ്പോൾ ശരിക്കും ഒരു മലയാളി കേരള തനിമയുള്ള കെട്ടിടങ്ങളും അതിന് പറ്റിയ സൗകര്യങ്ങളും പുറമേ നിന്ന് കാണുമ്പോൾ അതേ നമുക്കറിയൂ. ഇതിങ്ങനെയാണെങ്കിൽ അകത്ത് അതിന് പറ്റിയ സൗകര്യമുണ്ടെന്നുള്ളത് ഉറപ്പല്ലേ. അങ്ങനെ വിദേശികൾക്കൊക്കെ താമസിക്കുന്ന ഒരു സൗകര്യമായിരുന്നു അവിടെ ഒരുക്കിയിരുന്നത്. നമുക്കും താമസിക്കാം, പക്ഷേ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ ഇതൊരു കോവിഡ് കാലം വരെ നിലനിന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇത് ഫങ്ഷൻ ചെയ്യുന്നില്ലെന്നും മ്യൂസിയമാക്കി മാറ്റുന്നതിന് വേണ്ടി സംരക്ഷിച്ചു വരികയാണെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ പല മലയാളം സിനിമകളുടെയും ഷൂട്ടിങ്ങുകളും അതുപോലെ വെള്ളി നക്ഷത്രം സിനിമയുടെ ഷൂട്ടിങ്ങും ഈയിടെ രാംരാജ് മുണ്ടിൻ്റെ പരസ്യ ഷൂട്ടിങ്ങും ഒക്കെ ഇവിടെയാണ് നടന്നതെന്ന് അറിയാൻ സാധിച്ചു. ഇനി കോക്കനട്ട് മെഡോസ് എത്തുന്നവരെ എന്ത് ചെയ്യും? ഇതുപോലെയുള്ള നല്ല സീനറികൾ കണ്ടും ആസ്വദിച്ചും എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുത്തും പിന്നെ ഞാനും ജീനയും കൂടെ ചേർന്നാൽ പറയുകയേ വേണ്ട. എത്ര ദിവസം ഞങ്ങളൊരു മുറിയിൽ അടച്ചിട്ടാലും വീണ്ടും കാണുമ്പോൾ അതേ ആവേശത്തോടെ അതേ ഉശിരോടെ ഞങ്ങൾ സംസാരം തുടരും. വിഷയദാരിദ്ര്യമേ ഇല്ല. ഇങ്ങനെയുള്ള കുറച്ച് ഫ്രണ്ട്സ് ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഒരു പെട്ടെന്നുള്ള യാത്രയായതുകൊണ്ട് അവരെ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരേ മനസ്സുള്ളവർ തമ്മിൽ ചെറിയൊരു ലേഡീസ് ട്രിപ്പൊക്കെ നടത്താറുള്ളതാണ്. പിന്നെ അങ്ങോട്ട് ആലപ്പുഴ ഭാഗത്ത് കാണുന്നത് പോലെയുള്ള ചെറിയ ബ്രിഡ്ജുകളും പിന്നെ മുറിഞ്ഞപുഴ പാലവും അതിൻ്റെ താഴെ കൂടെയുള്ള യാത്രയും ഒക്കെയായി ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ കോക്കനട്ട് മെഡോസിലേക്ക്. ഞങ്ങളുടെ സാരഥി സതീശൻ ചേട്ടൻ്റെ സേവനം ഇതോടുകൂടി അവസാനിച്ചു. വീടൊക്കെ ഞങ്ങളെ കാണിച്ചു തന്ന് ഞങ്ങളോട് യാത്ര പറഞ്ഞ് അദ്ദേഹം പോയി. പിന്നെ ഞങ്ങളുടെ വിശപ്പിൻ്റെ വിളിയെ ശമിപ്പിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു അവിടുത്തെ ഭക്ഷണം. ചോറൊക്കെ വളരെ കാര്യമായിട്ട് വിളമ്പി കേട്ടോ. ഇഷ്ടം പോലെ കറികളും പച്ചക്കറികളും അതുപോലെ ചിക്കനും കൊഴുവ വറുത്തതും ഒക്കെ ആയിട്ട് വളരെ വിപുലമായൊരു സദ്യയായിരുന്നു രവീന്ദ്രൻ സാറും ഫാമിലിയും ഒക്കെ ഒരുക്കിയിരുന്നത്. ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ രവീന്ദ്രൻ സാറ്. അദ്ദേഹം റബ്ബർ ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം നടത്തുന്ന ഒരു സംരംഭമാണിത്. എന്തായാലും വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഊണ് കഴിഞ്ഞ് അവിടുത്തെ കോട്ടേജിൽ കുറച്ച് സമയം വിശ്രമിച്ച ശേഷം ഞങ്ങൾ അടുത്ത എൻ്റർടൈൻമെൻറ്റിലേക്ക് കടന്നു. ഇവിടെ കുറച്ചധികം സ്ഥലമുണ്ട് കേട്ടോ. അവിടെ കുറച്ച് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഊഞ്ഞാലും അതുപോലെ വാട്ടർ എൻ്റർടൈൻമെൻറ്റുകളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഒരു നാച്ചുറൽ വാട്ടർ നാച്ചുറൽ പൂൾ എന്ന് നമുക്ക് പറയാം.
അതായത് ഒരു തോടായിരുന്നെന്ന് തോന്നുന്നു. അത് ചെളിയൊക്കെ കോരി വൃത്തിയാക്കി അവിടെ കുറച്ച് വാട്ടർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കയാക്കിങ്ങും അതുപോലെ സ്വാൻ ഷേപ്പിലുള്ള പെഡൽ ബോട്ടുകളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. വെള്ളത്തിലിറങ്ങില്ല, ബോട്ടിൽ കയറില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ് ജീന. ഞങ്ങൾ നിർബന്ധിച്ച് ഇതിലെല്ലാത്തിലും കയറ്റി. പക്ഷെ ഡ്രസ്സൊന്നും ഞങ്ങളാരും മാറിയില്ല. ആദ്യം നനഞ്ഞതെല്ലാം ഈ നേരം കൊണ്ട് ഒക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ പിള്ളേർ രണ്ടുപേരും കൂടെ പെഡൽ ബോട്ട് ചവിട്ടി, ഞങ്ങൾ പുറകിലിരുന്നും. പിന്നെ ഞാനും നന്ദുവും കൂടെ പെഡൽ ബോട്ട് ചവിട്ടി വീണ്ടും ഞങ്ങളെല്ലാവരും കൂടെ ഓരോ ട്രിപ്പുമൊക്കെ പോയി തിരിച്ചു വന്നു. ഇനി അടുത്തതാണ് ഏറ്റവും രസം. അത് കയാക്കിംഗ് ആണ്. ഞാനും ഇന്ദുവും കൂടെ ഒരു ബോട്ടിലും നന്ദു ഒറ്റയ്ക്ക് ഒരെണ്ണത്തിലുമാണ് പോയത്. ഇത് ഞങ്ങളുടെ തുഴയൽ വൈദഗ്ധ്യം കൊണ്ട് അത് ഞങ്ങൾ വിചാരിക്കുന്ന വഴിക്കൊന്നുമല്ല പോകുന്നത്. എങ്കിലും രസമായിരുന്നു. തുടക്കത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പഠിച്ചു. ഇതിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അറ്റത്തൊരു കനാല് പോലെയുണ്ട്. അത് ചുറ്റി നമുക്ക് ഈ സൈഡിൽ കാണുന്ന ചിറയുടെ അപ്പുറത്തുകൂടെ തിരിച്ചു വരാം. ബോട്ടിൽ അത് സാധിക്കില്ല. ബോട്ടിന് ആ കനാലിൽ കൂടെ കടന്നു പോകാനുള്ള സൗകര്യമില്ല. പക്ഷേ ഇവിടെ നിന്ന് ഹിന്ദിക്കാരൻ പയ്യൻ ഞങ്ങൾക്ക് ഡയറക്ഷനൊക്കെ തരുന്നുണ്ട്. ഞങ്ങളുടെ തുഴയൽ വൈദഗ്ധ്യം കൊണ്ട് ഇതിടയ്ക്ക് അവിടെയുള്ള ചിറയിൽ പോയി ഇടിച്ചു നിൽക്കും. പിന്നെ റിവേഴ്സ് തുഴഞ്ഞും ആ മണൽത്തിട്ടയിൽ കുത്തി തിരിച്ചു വന്നും ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് ആ ചിറ ചുറ്റി തിരിച്ചു വന്നു. അപ്പോഴേക്കും ദേ വരുന്നിട ധൈര്യവതി ഒറ്റയ്ക്ക് തുഴഞ്ഞ്. അതും വളരെ രസകരമായിരുന്നു. പിന്നെ കുറച്ച് നേരത്തേക്ക് മക്കൾ ഞങ്ങളുടെ അമ്മമാരായി മാറി. ഞങ്ങളെ തൊട്ടിലിൽ കിടത്തി താരാട്ട് പാടി അവരുറക്കി. അതൊരു വളരെ രസമുള്ള കാര്യമായിരുന്നു കേട്ടോ. ഉറങ്ങിയൊന്നുമില്ല, അതൊരു തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും അതിൽ കിടന്ന് കുത്തി മറിഞ്ഞ് കുറേ നേരം ചിരിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ഇതിൽ കിടക്കുന്നത്. ഇതിനു മുമ്പൊക്കെ ഇതുപോലെ ഇരുന്നിട്ടൊക്കെയേ ഉള്ളൂ. ഈ പ്രാവശ്യം ഇവിടെ ഞങ്ങൾ മാത്രമുള്ളത് കൊണ്ട് ഞങ്ങളുടെ തോന്നിവാസമായിരുന്നു. ആരുമില്ല ചോദിക്കാനും പറയാനും, എന്ത് വേണേയും കാണിക്കാം. അതുകൊണ്ട് ശരിക്കും ആസ്വദിച്ചു. പിന്നെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയതോടുകൂടി ഏകദേശം 4 മണി ആയതോടുകൂടി മഴക്കാറൊക്കെ വെച്ച് ഇനി പെയ്യുമോ, നമുക്ക് ഇനിയും ബോട്ടിൽ കയറി വേണം നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്നിടത്തേക്ക് എത്താൻ. അപ്പോൾ ഇനി അവിടെ ആൾക്കാരും വരാനുണ്ട്. ജീനയ്ക്ക് ചോറ്റാനിക്കരയ്ക്ക് പോകണം. എന്നാൽ ഞങ്ങൾ ഇനി നിർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചു. സത്യം പറഞ്ഞാൽ കുട്ടികളെക്കാൾ ആസ്വദിച്ചത് ഞങ്ങളാണോ എന്ന് ഞങ്ങൾക്ക് സംശയം. അവർ ഞങ്ങളെയാണ് കുട്ടികളായി കരുതുകയും ഞങ്ങളുടെ വീഡിയോ എടുത്തു തരികയും ഒക്കെ ചെയ്തത്. ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും ചെയ്തില്ല. എന്തായാലും ഒട്ടും പ്ലാൻ ചെയ്യാത്ത ട്രിപ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു. വളരെ സന്തോഷകരമായിരുന്നു, പ്രത്യേകിച്ച് പിള്ളേരോടൊത്തുള്ളത്. ഇനിയും ഇതുപോലെയുള്ള യാത്രകളൊക്കെ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതുപോലെ ഒരുമിച്ചും ഫാമിലി ട്രിപ്പായിട്ടുമൊക്കെ. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോൾ ദേ കിടക്കുന്നു KSRTCയുടെ വക ഒരു ഉല്ലാസയാത്രാ വണ്ടി. അവരും വളരെ ആഹ്ലാദത്തിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും നിങ്ങളോട് യാത്ര പറയുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.